ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇരട്ട വോട്ട് സ്ഥിരീകരിച്ച റവന്യൂ വകുപ്പ്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 2 വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 174 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി സുബിൻ ചേരുന്നു. സുബിൻ, BJP പ്രാദേശിക നേതൃത്വം നൽകിയ പരാതിയിന്മേലായിരുന്നല്ലോ ഇത്തരത്തിൽ അന്വേഷണം. പ്രത്യേകിച്ച് ഈ ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആ ഒരു പരിസരങ്ങളിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈയിൽ ലഭിക്കുന്നത് ഇത്തരം ഈ ഇരട്ട വോട്ടിന്റെ പശ്ചാത്തലത്തിലാണ് എന്നായിരുന്നു പരാതി. എന്തായാലും പരാതി കൃത്യമാണ് എന്ന് റവന്യൂ വകുപ്പിന് മനസ്സിലായി. അതിൽ എന്ത് നടപടി റവന്യൂ വകുപ്പ് സ്വീകരിച്ചു എന്നുള്ളത്? സുബിൻ, കേൾക്കാമോ? സുബിൻ, പറഞ്ഞോളൂ. ഈ ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇരട്ട വോട്ട് എന്ന് BJPയുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതി ഉണ്ടായിരുന്നില്ലേ? ഇടതുമുന്നണിക്ക് മേൽക്കൈ ലഭിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം കൊണ്ടാണ് എന്നുള്ളതും അതെന്തായാലും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ് എന്ന് മനസ്സിലാകുന്നു. അതിൽ എന്ത് നടപടി ഉണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്? പ്രധാനമായും ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതലായി ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ളത് ആരോപണം BJP പ്രാദേശിക നേതൃത്വമാണ് ആദ്യമായി പരാതി നൽകിയത്. ഇതിൽ ആണ് റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ ഈ വ്യാപകമായ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 174 എന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയത്. അതായത് ഉടുമ്പൻചോല പഞ്ചായത്ത് ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുണ്ട്. ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ഇരട്ട വോട്ട് റവന്യൂ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സുബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.